കണ്ടോ സുന്നത്ത് ജമാഅത്തിന്റെ പെണ്ണുങ്ങൾ പള്ളിയിലാവുമ്പോഴേ പ്രശ്നമുള്ളൂ, അവിടെ ആവുമ്പോ പ്രശ്നമൊന്നുമില്ല. മമ്പർത്തങ്ങളെ മുറ്റത്താട്ടോ, മമ്പർത്തങ്ങളെ ജാറത്തിന്റെ മുറ്റത്താ നടക്കണേ. തുടരട്ടെ. കണ്ടോ ആശീർവദിക്കാൻ കയറുമ്പോ തൂങ്ങി നിൽക്കുന്നുണ്ടോ? അതാ ശൈത്താനിയത്ത്, അതാ തുള്ളലടങ്ങി. മമ്പർത്തങ്ങൾ ഇതൊക്കെ അങ്ങനെ കിടന്ന് കാണാട്ടോ, മുറ്റത്താ കിടന്ന് കാണാണ്. നിങ്ങളെ വിശ്വാസപ്രകാരം പറയുന്നത് കണ്ടോ? മക്കാമ് തുറക്കുന്ന നേരം, നട തുറക്കുന്നതും അടക്കുന്നതുമായ സമയമൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. ആ ചെണ്ടട നടു കുടുങ്ങിക്കണോ നോക്കിയാളി. നടു കുടുങ്ങല് വലിയ വിഷയമാണ് അലവി പറയല്. ചണ്ടമുട്ടായി ഹറാമാണെന്ന് അല്ല ജായിസാണെന്ന അവസ്ഥയിൽ ആയിക്കോട്ടെ ഉണ്ടായിക്കോട്ടെ. ഞാൻ പറഞ്ഞല്ലോ ദുരിയായ, അതായത് നടു കുടുങ്ങിയതും രണ്ടു ഭാഗം വിശാലമല്ലാത്തതുമായ ചെണ്ട, വലിയ ചെണ്ട, അത് മുട്ടാ കുഴപ്പമില്ല. അത് ജായിസ് തന്നെയാണ്. പിന്നെന്താ? അപ്പൊ ആ പുസ്തകത്തിലുള്ള നിയമവും തമ്മിൽ എതിർപ്പില്ല. ഇടുക്കുമ്പോ വലിയ വിഷയം തന്നെയാണ്. ഇടുങ്ങല് വലിയ വിഷയം തന്നെയാണ്. പറയണോ? അത് നിങ്ങൾക്ക് തിരികെയായിട്ടാണ്. നോക്കണം, ഹലാലായ ചെണ്ടയാ. അതൊക്കെ ചിലത് അകത്തി എന്നപ്പോഴുള്ള ആശ്ലേഷങ്ങളാ. അതാ കൊടിമരം തവാഫ്, മമ്പർത്തെ കൊടിയാ കാണുന്നത്. കൊടിമരം തവാഫ് തുടങ്ങാൻ പോവുകയാണ്. പുറപ്പെട്ടു, മമ്പറത്തുനിന്ന് പുറപ്പെട്ടു. ഇനി പോകുന്ന എടുക്കാന്നറിയോ? മുട്ടിയാറ പള്ളിയിലേക്ക്. അവിടെ സമാപനം. എന്താ അവിടെ മൗലന്മാർക്ക് ഹിജാബിന്റെ ആയത്തൊന്നും ബാധകല്ലോ. കുട്ടിനെയും തോളിലിട്ട് മൗലിയാരി നിൽക്കുന്നുണ്ടില്ലേ? അതൊന്നും വിഷയമല്ല. മതസൗഹാർദ്ദത്തിന്റെ ചിഹ്നം യേശു, അതുപോലെ തന്നെ മറ്റൊരു ചിത്രം, മുകളിൽ വേറൊരു മുസ്ലിമിന്റെ സിമ്പലായിട്ട് വേറൊന്നും. ഇതിപ്പോ എവിടെ എത്തിയെന്നറിയോ? ഒരു മിനിറ്റ്. ഇതിപ്പോ എവിടെ എത്തി? മുട്ടിച്ചിറ പള്ളിയിലെത്തി. മുട്ടിച്ചിറ പള്ളിയിലെത്തുമ്പോ ടീമിലുള്ള ആൾക്കാർ ജുമയോടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ജുമയുടെ സമയത്തുള്ള ഒരു ചങ്ങാതിനെ വേറൊരാൾ കൊണ്ടോണ രംഗം ഇടക്ക് കണ്ടോളി. ജുമയുടെ നേരത്ത് കൊണ്ടോണ്ട് ആ നിട്ടമോനെ അതാ പോണു. പള്ളിന്നാണ് അവിടെ പോകേണ്ടത്. പള്ളി കൂടിയാണ്, പള്ളിന്റെ വരാന്തയിലൂടെ. അതാ ജുമ നടക്കുന്ന. ഒരു മിനിറ്റ് ശ്രദ്ധിക്കുക. അപ്പൊ അവിടെ നടക്കുന്നൊരു ജുമ നടക്കാൻ പോവാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. ജുമാക്കത ഖതീബ് ഇങ്ങനെ ആ ഏട് നോക്കിയിട്ട് ഇങ്ങനെ വായിക്കുന്നത് കേൾക്കാം. ആൾക്കാർ ജുമാക്ക് വന്നതാ, പക്ഷെ അവർക്കുണ്ടോ ആ ഈണം കേൾക്കാൻ നേരം ഇവിടെ പള്ളിയിലേക്ക് വരവേൽക്കാൻ വേണ്ടി ടീം വന്നുകൊണ്ടിരിക്കണ്. എല്ലാരും അതിലേക്കാ ശ്രദ്ധ. മൂപ്പരവിടെ ഇങ്ങനെ വായിക്കുന്നു. ഏതായാലും ഉപകാരമില്ലാന്ന് എല്ലാവർക്കും അറിയാം. എന്നാ ഈ കൊട്ടുമുട്ടയിലും ശൈത്താനിയത്തേലും കേൾക്കട്ടെ. കാരണം അതൊക്കെ ഹലാലാണെന്ന് ശാരിയാത്തിന്റെ ഫത്വ ഉണ്ടല്ലോ, മമ്പർത്തങ്ങളെ പാരമ്പര്യം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ പരമ്പര പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെ ആൾക്കാർക്ക് ആ ജുമയിൽ വലിയ കാര്യമൊന്നുമില്ല. ഇത് കണ്ട അത് കാര്യം എന്ന നിലക്ക് ആളുകളൊക്കെ ഹുതുബ എടുക്കുമ്പോ ഇങ്ങട്ടാ നോക്കുന്നത്. കണ്ടോളി.